കേന്ദ്ര സർക്കാർ സഹായിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് അരിവില കൂടുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കണ്ട് ഭക്ഷ്യനയം മാറ്റണമെന്നാവശ്യപ്പെടും. കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ രംഗം ഒട്ടേറെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടെന്നും GR അനിൽ കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളെല്ലാം നടക്കുന്ന ഒരു സീസൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും അരിയുടെ ഉപയോഗം കൂടുന്ന ഒരു ഘട്ടമാണ്. കേന്ദ്ര ഗവൺമെൻറ് OMS സ്കീമിൽ ഗവൺമെൻറ് ഏജൻസികളോ പങ്കെടുക്കാൻ പാടില്ലെന്നുള്ള ഒരു വിലക്ക് വന്നിട്ടുണ്ട്. അത് വന്നപ്പോൾ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത് സ്വകാര്യ കച്ചവടക്കാരായിരിക്കും ഇത്തരം ഒരു സ്പേസിൽ കൂടുതൽ കടന്നു വരാൻ സാധ്യത. അപ്പോൾ സ്വാഭാവികമായിട്ടും വില വർധനവിൻ്റെ എത്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കാണാനും ഈ വിഷയത്തിൽ തീരുമാനം മാറ്റം വരുത്തണം. അച്യുതനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും. അച്യുതൻ, കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ രംഗം അത് ഒട്ടേറെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നു എന്ന് ഭക്ഷ്യമന്ത്രി പറയുന്നു. ഈ അരിവില കൂടേണ്ട സാഹചര്യം അത് അടുത്തു വരികയാണെന്ന് കൂടി പറയുന്നുണ്ട്. എന്താണ് അത്തരമൊരു സാഹചര്യത്തിന് കാരണം? അതിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ശ്രമിക്കുന്നത്? വരുന്ന മാസങ്ങൾ, പ്രത്യേകിച്ച് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ അതൊരു ഉത്സവ സീസൺ കൂടി ആയതുകൊണ്ട് തന്നെ അരിയുടെ ഉപയോഗം കൂടുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിനൊപ്പം തന്നെ ഈ OMS സ്കീമിൽ നിന്ന് സർക്കാരോ സർക്കാരിന്റെ ഏജൻസികളോ പങ്കെടുക്കരുതെന്ന വിലക്ക് കേന്ദ്ര സർക്കാർ ഒരു പുതിയ നയത്തിലൂടെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇത് സ്വകാര്യ ഏജൻസികൾക്ക് കൂടുതൽ ഇടമൊരുക്കിക്കൊണ്ട് അത്തരം വില വർധനവിലേക്ക് കൂടി കടക്കുന്നതിന് വഴിയൊരുക്കുമെന്നാണ് മന്ത്രി GR അനിൽ ഇന്ന് മാധ്യമങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നയം അത് മാറ്റണമെന്ന ആവശ്യമാണ് സംസ്ഥാനം ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുക. പക്ഷേ അതിൽ എത്രത്തോളം അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകും എന്നതുകൂടി കാത്തിരിക്കണം. പൊതുവെ ഈ രണ്ട് ഘടകങ്ങൾ, അതായത് ഉത്സവ സീസണിലെ അരിയുടെ ഉപയോഗം കൂടുന്നതും അതിന്റെ ലഭ്യത ഉറപ്പുവരുത്താനുള്ള മറ്റ് നീക്കങ്ങളും, ഒപ്പം ഈ പുതിയ കേന്ദ്രത്തിന്റെ നയം, ഈ രണ്ട് കാരണങ്ങളാണ് അരിയുടെ വില കൂടാനുള്ള ഒരു പ്രധാന കാരണമായി മാറുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ സപ്ലൈകോ കുറേയേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും എല്ലാം പരിഹരിക്കുന്നതിനുള്ള ഒരു ചർച്ചയാണ് ഇന്ന് പീയൂഷ് ഗോയലുമായി നടത്തുക. എന്തായാലും 6 മണിക്കാണ് ഒരു കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തിന്റെ ഈ രണ്ട് ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കും. അതിലൊരു അനുകൂല മറുപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി GR അനിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് കാരണങ്ങളുടെ പരിഹാരത്തിനായാണ് ഈ കൂടിക്കാഴ്ച ഇന്ന് നടത്തുന്നത്. പ്രജിത്ത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.